ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഇഞ്ചി തൈര് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 10 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുകിനുള്ള മുളക്, കറിവേപ്പില. ഇനി നമുക്കൊന്ന് തയ്യാറാക്കാം. ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണുകളും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി തൈര് വെക്കാൻ നമുക്ക് നല്ല പുളിയുള്ള തൈരാണ് നല്ലത്. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചി തൈരിന്. നമ്മുടെ ഇഞ്ചി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇഞ്ചി വറുത്തുകോരി എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈര് ഒരു ഫോർക്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ലൂസാകണ്ട, ഈ ഒരു പരുവാക്കി കൊടുക്കാം. നമ്മൾക്ക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.